ഇന്ന് പറയാൻ പോകുന്നത് ടെററിസം. ഇറ്റ് ഈസ് ഫണ്ടമെൻ്റലി ആൻ അറ്റാക്ക് ഓൺ ദ സ്റ്റേറ്റ്. It's described as an act of violence committed against innocent people to create fear with an underlying political motive. സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു തിങ്ങാണ് ടെററിസം. ജനങ്ങൾ ഭീതി ഉളവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആക്രമണം അഴിച്ചുവിടുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് ടെററിസം എന്ന് വിളിക്കാം. കാരണം ഇറ്റ് ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് ഇന്നസെൻറ്റ് പീപ്പിൾ, കോമൺ പീപ്പിളിൻ്റെ നേരെ ആണ് ടെററിസം വരുന്നത്. ആൻഡ് ദിസ് ഫിയർ, അതിൻ്റെ വേറെ ഉദ്ദേശം തന്നെ ടു ഇൻകൾക്കേറ്റ് ഫിയർ എമംഗ് ദ കോമൺ മാസസ്. ഇനി ടെററിസ്റ്റുകളുടെ ഒരു കോമൺ ക്യാരക്ടർ, അവർ സ്വന്തം രാജ്യത്തിന് നേരെ അല്ല മിക്കപ്പോഴും ആക്രമിക്കുന്നത്, മറ്റൊരു രാജ്യത്തിന് നേരെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ടെററിസം എന്ന് പറയുന്നത്. ടെററിസ്റ്റ് സ്ട്രൈക്ക് ടാർഗറ്റ്സ് ഔട്ട്സൈഡ് ആൻഡ് ബിയോണ്ട് ദെയർ കൺട്രി ഓഫ് ഒറിജിൻ. ധാരാളം ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയവയൊക്കെ അത്തരത്തിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ കോസസ്. എന്തുകൊണ്ടാണ് ടെററിസം ഉണ്ടാകുന്നത്? പൊളിറ്റിക്കലായിട്ടുള്ള റീസൺ പറയുകയാണെങ്കിൽ അവർക്കൊരു ഉദ്ദേശം ടു ഓവർത്രോ എ പൊളിറ്റിക്കൽ ഗവൺമെൻറ് ഓർ ടു ക്രിയേറ്റ് എ പൊളിറ്റിക്കൽ റിഫോം ഓർ ലാക്കിംഗ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട്. അതായത് സ്റ്റേറ്റ് ഒരു കൺട്രി, ആ കൺട്രിയിലെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് ദേഷ്യം തോന്നണം. അതിനു വേണ്ടിയും അവർ ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാറുണ്ട്. ടു ഓവർത്രോ എ ഗവൺമെൻറ്, അതാണ് ടു ഓവർത്രോ എ റെഷീം എന്ന് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓവർത്രോ എ റെഷീം എന്ന് വെച്ചാൽ ഓവർത്രോ എ ഗവൺമെൻറ്, അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായി ചേഞ്ച് കൊണ്ടുവരണം. ഇതൊന്നും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ടാകണം. ഇത്തരം റീസൺസാണ് ടെററിസം ക്രിയേറ്റ് ചെയ്യാനുള്ളത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒന്നുകിൽ പൊളിറ്റിക്കൽ റിഫോം, അല്ലെങ്കിൽ ഓവർത്രോ എ ഗവൺമെൻറ്, മൂന്നാമത്തത് ലാക്കിംഗ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് ടുവേർഡ്സ് ഗവൺമെൻറ്. മറ്റൊരു ഉദ്ദേശം, ടെററിസം മേ ബി യൂസ്ഡ് ആസ് ടു ഡെമോൺസ്ട്രേറ്റ് ദ വീക്ക്നെസ് ആൻഡ് വൾനറബിലിറ്റി ഓഫ് ദ റെഷീം. ഒരു ഗവൺമെൻറ്റിൻ്റെ വീക്ക്നെസ്, ഗവൺമെൻറ്റിന് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി പോലും തടയാൻ പറ്റില്ല. ഗവൺമെൻറ് ഇത്തരത്തിൽ ഏത് നേരവും ഒരു രാജ്യം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ സാധിക്കുന്നു. അതാണ് ഇറ്റ് മേ ബി യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് ദ വീക്ക്നെസ് ആൻഡ് വൾനറബിലിറ്റി ഓഫ് ദ റെഷീം ടു റിവീൽ ഇറ്റ്സ് ഇന്നബിലിറ്റി ടു പ്രൊവൈഡ് സെക്യൂരിറ്റി. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് തോന്നും ഗവൺമെൻറ്റിന് ഞങ്ങൾക്ക് സെക്യൂരിറ്റി തരാൻ, സംരക്ഷണം തരാൻ പറ്റില്ല എന്നും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഗവൺമെൻറ്റിന് എതിരാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതൊക്കെയാണ് ടെററിസത്തിൻ്റെ പൊളിറ്റിക്കൽ കോസസ്. നെക്സ്റ്റ് ഈസ് കൾച്ചറൽ കോസസ്. കൾച്ചറൽ കോസസ് എന്ന് പറയുമ്പോൾ an ethnic or religious group fears extermination or loss of their common identity, language or culture. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, റിലീജിയസ് ഗ്രൂപ്പാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രൂപ്പാകാം, അവർ വിചാരിക്കുന്നു തങ്ങളുടെ കോമൺ ഐഡൻറ്റിറ്റി, തങ്ങളുടേതായ വ്യക്തിത്വം, ലാംഗ്വേജ്, തങ്ങളുടെ സംസ്കാരം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർ എന്തെങ്കിലും തിരിച്ചു ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ ഗവൺമെൻറ്റിന് എതിരായിട്ട് മാറുന്നു. അതാണ് ഇറ്റ് മേ ബി കമ്പൈൻഡ് വിത്ത് പൊളിറ്റിക്കൽ മോട്ടീവ്സ് വെയർ ദ റൂളേഴ്സ് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എത്നിക് ഗ്രൂപ്പ് ഇൻ ടേംസ് ഓഫ് ജോബ്സ്, എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഓർ ആക്സസ് ടു പൊളിറ്റിക്കൽ പ്രോസസ്. ഒന്നാമെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഫീൽ ചെയ്യുന്നു തങ്ങളെ ഗവൺമെൻറ് തങ്ങളോട് വിവേചനം കാണിക്കുന്നു, തങ്ങളുടെ ഐഡൻറ്റിറ്റി, കൾച്ചർ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഫീൽ ചെയ്യുന്നു ഗവൺമെൻറ് അവരോട് ജോലിയുടെ കാര്യത്തിലും അവസരങ്ങളുടെ കാര്യത്തിലും എല്ലാം ഒരു വിവേചനം കാണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദേ വിൽ consider terrorism as the viable option. In case of such oppressed minorities, they will consider terrorism as the only available option. ഇനി മറ്റൊന്ന് സൈക്കോളജിക്കൽ കോസസ്. സൈക്കോളജിക്കൽ കോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെററിസ്റ്റുകളൊക്കെ ഒരു അൺബാലൻസ്ഡ് ക്യാരക്ടറാണ്. വയലൻറ്റ് ഇൻഡിവിജ്വൽ സഫറിങ് ഫ്രം സം ഫോം ഓഫ് സൈക്കോസിസ്. അത്തരം കാരണങ്ങൾ കൊണ്ടും എന്തുണ്ടാകാം, ടെററിസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംടൈംസ് ടെററിസ്റ്റ് ഡസ് നോട്ട് ഹാവ് എ ലോജിക്കൽ ഗോൾ ഓർ മോട്ടിവേഷൻ. നോർമൽ ഹ്യൂമൻ ബീങ്സിന് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമോ മോട്ടിവേഷനോ ഇല്ലാതെ പോലും ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ദേ ആർ അൺബാലൻസ്ഡ് ആൻഡ് വയലൻറ്റ് ഇൻഡിവിജ്വൽസ് സഫറിങ് ഫ്രം സം ഫോം ഓഫ് സൈക്കോസിസ്. അതും ടെററിസം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു റീസണാണ്, സൈക്കോളജിക്കൽ പരമായിട്ടുള്ള റീസൺ. പക്ഷേ മുകളിൽ പറഞ്ഞ രണ്ട് റീസണാണ് ഏറ്റവും കൂടുതലുള്ളത്, പൊളിറ്റിക്കൽ കോസസും കൾച്ചറൽ കോസസും. ഇനി വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ടെററിസം? ദർ ആർ 6 distinct types of terrorism. First one is civil disorder.
സിവിൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ജനങ്ങൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇറ്റ് ഈസ് എ വയലൻറ്റ് ഫോം ഓഫ് പ്രൊട്ടസ്റ്റ് ഹെൽഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഒപ്പോസിഷൻ ടു പൊളിറ്റിക്കൽ പോളിസി ഓർ ആക്ഷൻ. ഈ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പോളിസി നയത്തിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിക്കെതിരെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ സിവിൽ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. സിവിൽ മീൻസ് കോമൺ പീപ്പിൾ. ദേ ആർ ഇൻറ്റൻഡഡ് ടു സെൻഡ് എ മെസ്സേജ് ടു എ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ദാറ്റ് പീപ്പിൾ ആർ അൺഹാപ്പി ആൻഡ് ഡിമാൻഡ് ചേഞ്ച്. ജനങ്ങൾ അൺഹാപ്പിയാണ്, അതുകൊണ്ട് ഈ കാര്യത്തിൽ മാറ്റം വരണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് സിവിൽ ഡിസോർഡർ ഉണ്ടാവുന്നത്. സിവിൽ ഡിസോർഡറിൽ അവർ വയലൻസ് പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നോൺ വയലൻ്റ് ആയിട്ട് തുടങ്ങുന്നു. പക്ഷേ ചിലപ്പോൾ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി അങ്ങനെ അങ്ങ് അത് വയലൻ്റ് ആയിട്ട് മാറുന്ന ഒരവസ്ഥയാണ്. പ്രൊട്ടസ്റ്റ് ആർ ഇൻറ്റൻഡഡ് ടു ബി നോൺ വയലൻറ്റ് ബട്ട് ദേ ഡു സംടൈംസ് റിസൾട്ട് ഇൻ റയറ്റ്സ്. അത് പിന്നീട് ചിലപ്പം വലിയ കലാപങ്ങളായിട്ട് മാറാറുണ്ട്. സോ സിവിൽ ഡിസോർഡർ ഇസ് എ വയലൻറ്റ് ഫോം ഓഫ് പ്രൊട്ടസ്റ്റ് ഹെൽഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഒപ്പോസിഷൻ ടു പൊളിറ്റിക്കൽ പോളിസി ഓർ എ ആക്ഷൻ. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടെററിസം. Second one is political terrorism. It is used by one political faction to intimidate another. ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, അതാണ് പൊളിറ്റിക്കൽ ഫാക്ഷൻ എന്ന് പറയുന്നത്. ഫാക്ഷൻ മീൻസ് ഗ്രൂപ്പ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിന് നേരെ ചെയ്യുന്നതാണ് എന്ത്? പൊളിറ്റിക്കൽ ടെററിസം. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ വൺ പൊളിറ്റിക്കൽ ഫാക്ഷൻ ടു ഇൻറ്റിമിഡേറ്റ് അനദർ. Although government leaders are the ones who are intended to receive the ultimate message, it is the citizens who are targeted with a violent attack. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് നമ്മൾ പറയുമല്ലോ, അത് ഈ പൊളിറ്റിക്കൽ ടെററിസത്തിൽ വരുന്നതാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളെ മറ്റേ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾ കൊല്ലുമ്പോഴും അത് പൊളിറ്റിക്കൽ ടെററിസം ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ വൺ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ടു ഇൻറ്റിമിഡേറ്റ് അതേഴ്സ്. ബട്ട് അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാർ മറ്റൊരാളെ കൊല്ലുന്നതിൻ്റെ കാര്യം ഇറ്റ് ഈസ് എ ലീഡേഴ്സ് ഹു ഹാസ് ടു റിസീവ് ദ അൾട്ടിമേറ്റ് മെസ്സേജ്. അവരുടെ നേതാക്കൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്. പക്ഷേ അവിടെയും എപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് കോമൺ പീപ്പിളാണ്. നെക്സ്റ്റ് ഈസ് നോൺ പൊളിറ്റിക്കൽ ടെററിസം. അതെന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രൊമോട്ട് ചെയ്യുന്ന ടെററിസം അല്ല, ചിലത് റിലീജിയസ് നേച്ചറിലാണ്, മതപരമായ രീതിയിൽ ടെററിസം. തങ്ങളുടെ മതത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ അല്ലെങ്കിൽ തങ്ങളുടെ മതക്കാരെ ഗവൺമെൻറ് പരിഗണിക്കുന്നില്ല എന്നൊക്കെ ഉള്ള പേരിൽ നടത്തുന്ന ടെററിസമാണ് നോൺ പൊളിറ്റിക്കൽ ടെററിസം. ഇറ്റ് മേ ബി റിലീജിയസ് ഗ്രൂപ്പ് ഓർ എ കൾച്ചറൽ ഗ്രൂപ്പ്. ഇറ്റ് ഇസ് എ ടെററിസ്റ്റ് ആക്ട് perpetrated by a group for any other purpose, most often a religious nature. കൂടുതലും മതപരമായ റിലീജിയസ് നേച്ചറിന് വേണ്ടി നടത്തുന്നു. പൊളിറ്റിക്കൽ കോസ് അല്ലാത്ത ഏതൊരു ടെററിസത്തെയും നമ്മൾ നോൺ പൊളിറ്റിക്കൽ ടെററിസം എന്ന് വിളിക്കാം. ഓരോ നോൺ പൊളിറ്റിക്കൽ ടെററിസത്തിനും ഓരോരോ ലക്ഷ്യങ്ങളായിരിക്കാം. ചിലർക്ക് തങ്ങളുടെ ലാംഗ്വേജ് സൂക്ഷിക്കാനായിരിക്കാം, തങ്ങളുടെ കൾച്ചറിന് വേണ്ടിയിട്ടായിരിക്കാം, റിലീജിയസ് പ്രോബ്ലംസ് വെച്ചിട്ടായിരിക്കാം നോൺ പൊളിറ്റിക്കൽ ടെററിസം ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ടെററിസ്റ്റ് ആക്ട് പെർപെക്ച്വേറ്റഡ് ബൈ എ ഗ്രൂപ്പ് ഫോർ എനി അതർ പർപ്പസ്, മോസ്റ്റ് ഓഫൺ എ റിലീജിയസ് നേച്ചർ. കൂടുതലും റിലീജിയസ് നേച്ചറിലാണ്, മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രശ്നങ്ങളും തമ്മിൽ വഴക്കും ഉണ്ടാകുന്നത്. അത് നോൺ പൊളിറ്റിക്കൽ ടെററിസമായിട്ട് വരും. കലാപങ്ങളൊക്കെ നമുക്ക് നോൺ പൊളിറ്റിക്കൽ ടെററിസത്തിൽ ഉൾപ്പെടുത്താം. രണ്ട് മതങ്ങൾ തമ്മിൽ വർഗീയ ലഹളകൾ ഉണ്ടാകുന്നു, റൈറ്റ്സ്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് നോൺ പൊളിറ്റിക്കൽ ടെററിസമാണ്. അടുത്തത് ക്വാസി ടെററിസമാണ്. ക്വാസി ടെററിസം എന്ന് പറയുമ്പോൾ ടെററിസത്തിൻ്റെ സെയിം മെത്തേഡ് യൂസ് ചെയ്യുന്നു, ബട്ട് ആക്ച്വലി ടെററിസം അല്ല. അതിൻ്റെ എക്സാമ്പിൾ Quasi-Terrorism is a violent act that utilizes the same methods terrorists employ but does not have the same motivating factors. Similar ആയിട്ടുള്ള motivating factors ഇല്ല. Cases like this usually involve an armed criminal who is trying to escape from law enforcement, utilizing civilians as hostages to help them escape. ഇത്തരത്തിലുള്ള കേസുകൾ എന്ന് പറയുമ്പോൾ ഒരു ആംഡ് ക്രിമിനൽ, ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ്റിനെ ഫോഴ്സ് ചെയ്യുന്ന ഒരു മെക്കാനിസം, അതിനെയാണ് ക്വാസി-ടെററിസം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം പണ്ട് ഇന്ത്യയുടെ ഒരു വിമാനം തട്ടിക്കൊണ്ട് പോകുന്ന സംഭവം ഉണ്ടായി. അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, ജയിലിലുള്ള കുറേ തീവ്രവാദികളെ വിട്ടുകൊടുക്കണമായിരുന്നു. അങ്ങനെ അപ്പം ഹൈജാക്കിംഗ് ഒക്കെ നടത്താറുണ്ട്, അല്ലെങ്കിൽ ഒരു ബസ്സിലുള്ള കുറേ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകുന്നു. അപ്പം കൂടുതലും ബസ്സിലൊന്നുമല്ല, എയ്റോപ്ലെയിൻ, ട്രെയിൻ, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. പ്ലെയിനിൽ നിന്ന് ഒരു പ്ലെയിൻ അങ്ങ് തട്ടിക്കൊണ്ട് പോകും. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, അവർ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ച് അവരുടെ ആൾക്കാരെ ഗവൺമെൻറ് വിട്ടുകൊടുക്കണം. കേസസ് ലൈക്ക് ദിസ് യൂഷ്വലി ഇൻവോൾവ് ആൻ ആംഡ് ക്രിമിനൽ ഹൂ ഈസ് ട്രൈയിങ് ടു എസ്കേപ്പ് ഫ്രം law enforcement, utilizing civilians as hostages to help them escape. സാധാരണ ജനങ്ങളെ പിടിച്ച് തടവിലാക്കി
അവരെ വെച്ച് ഗവൺമെൻറ്റിനോട് വില പേശി തങ്ങളുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന തന്ത്രത്തെയാണ് കോസി ടെററിസം എന്ന് വിളിക്കുന്നത്. ദ ലോ ബ്രേക്കർ ഈസ് ആക്ടിങ് ഇൻ എ സിമിലർ മാനർ ടു എ ടെററിസ്റ്റ്, ബട്ട് ടെററിസം ഈസ് നോട്ട് ദ ഗോൾ. ടെററിസ്റ്റുകൾ ചെയ്യുന്ന അതേ ആക്ടിവിറ്റി തന്നെയാണ് ലോ ബ്രേക്കർ, നിയമം അനുസരിക്കാത്തയാൾ ചെയ്യുന്നത്. പക്ഷേ ടെററിസം അല്ല അവരുടെ ഉദ്ദേശം, തങ്ങളുടെ ആൾക്കാരെ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്താനും ഒക്കെയാണ് ചെയ്യുന്നത്. It involved an armed criminal who is trying to escape from law enforcement. നിയമത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. എങ്ങനെ, ആരെ ഉപയോഗിച്ചിട്ടാണ്? യൂട്ടിലൈസിങ് കോമൺ പീപ്പിൾ ആസ് ഹോസ്റ്റേജസ്. ബന്ദികളാക്കി, സാധാരണക്കാരെ ബന്ദികളാക്കുക, അതാണ് ഹോസ്റ്റേജസ് എന്ന് പറയുന്നത്. ബന്ദികളാക്കി ബാക്കിയുള്ള അവരുടെ കൂട്ടാളികളെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്നതിനെയാണ് കോസി ടെററിസം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ലിമിറ്റഡ് പൊളിറ്റിക്കൽ ടെററിസം. ലിമിറ്റഡ് പൊളിറ്റിക്കൽ ടെററിസം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പോളിസിക്കെതിരെ ഒരു സ്ഥലത്ത് ബോംബെറിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ജീപ്പോ വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അത് കത്തിക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ലിമിറ്റഡ് പൊളിറ്റിക്കൽ ടെററിസം എന്ന് വിളിക്കുന്നത്. ദേ ആർ ജനറലി വൺ ടൈം പ്ലോട്ട് ടു മേക്ക് എ പൊളിറ്റിക്കൽ ഓർ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. തങ്ങളുടേതായ വീക്ഷണം പറയാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന, ഒറ്റത്തവണ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലിമിറ്റഡ് പൊളിറ്റിക്കൽ ടെററിസം. ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്യുക എന്നൊന്നുമല്ല, ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ പ്രതിഷേധിക്കുന്നതാണ്. പക്ഷേ അത് വയലൻ്റ് ഫോമിലാണ് ചെയ്യുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ കത്തിക്കുക, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾക്ക് നേരെ ബോംബ് എറിയുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലിമിറ്റഡ് പൊളിറ്റിക്കൽ ടെററിസം ആക്ട്സ് ആർ ജനറലി വൺ ടൈം പ്ലോട്ട് ടു മേക്ക് എ പൊളിറ്റിക്കൽ ഓർ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ദ ഗോൾ ഈസ് നോട്ട് ടു ഓവർത്രോ ദ ഗവൺമെൻറ് ബട്ട് ടു പ്രൊട്ടസ്റ്റ് എ ഗവൺമെൻറ്റൽ പോളിസി ഓർ ആക്ഷൻ. നെക്സ്റ്റ് ഈസ് സ്റ്റേറ്റ് ടെററിസം. സ്റ്റേറ്റ് ടെററിസം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ വയലൻ്റ് ആക്ഷൻ ഇനിഷ്യേറ്റഡ് ബൈ എ സ്റ്റേറ്റ് എഗെയിൻസ്റ്റ് അനദർ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിനെതിരെ നടത്തുന്ന വയലൻ്റ് ആയിട്ടുള്ള നടപടികളെയാണ് അല്ലെങ്കിൽ ആക്രമണത്തെയാണ് നമ്മൾ സ്റ്റേറ്റ് ടെററിസം അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ വയലൻ്റ് ആക്ഷൻ ഇനിഷ്യേറ്റഡ് ബൈ ആൻ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് ടു അച്ചീവ് എ പർട്ടിക്കുലർ ഗോൾ എഗെയിൻസ്റ്റ് അനദർ കൺട്രി. ഒരു രാജ്യത്തെ ഗവൺമെൻറ് മറ്റൊരു രാജ്യത്തെ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന തീവ്രവാദത്തെയാണ് നമ്മൾ സ്റ്റേറ്റ് ടെററിസം എന്ന് വിളിക്കുന്നത്. അപ്പം 6 എണ്ണമുണ്ട്. പൊളിറ്റിക്കൽ, സിവിൽ ഡിസോർഡർ, പൊളിറ്റിക്കൽ ടെററിസം, നോൺ പൊളിറ്റിക്കൽ ടെററിസം, കോസി ടെററിസം, ലിമിറ്റഡ് പൊളിറ്റിക്കൽ ടെററിസം, സ്റ്റേറ്റ് ടെററിസം. ഇനി ടെററിസ്റ്റ് ആക്റ്റുകൾ എന്തൊക്കെയാണ്? ബോംബിങ്, ഹൈജാക്കിങ്, അല്ലേ? ടെററിസ്റ്റുകൾ ബോംബെടുക്കുക അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോവുക, സാധനങ്ങൾ, ആയുധങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുക. കിഡ്നാപ്പിംഗ് ഉണ്ട്, അസാൾട്ട്, ഉപദ്രവിക്കുക, മർഡർ, കൊല്ലുക, തെഫ്റ്റ്, മോഷണം, പിന്നെ ബയോളജിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും വൈറസിനെയോ ബാക്ടീരിയയൊക്കെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കടത്തി വിടുക. സബോട്ടേജ്, ഏകദേശം പിടിച്ചടക്കുക, ഒരു സ്ഥലം മൊത്തം നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളാണ് ടെററിസ്റ്റ് ആക്ട്സ് ആയിട്ടും ഉള്ളത്. ചിലപ്പം ടെററിസ്റ്റ് ആക്ട്സും 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നാൽ ഈ ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്യണം. ബോംബിങ്, ഹൈജാക്കിങ്, കിഡ്നാപ്പിംഗ്, മർഡർ, തെഫ്റ്റ്, ബയോളജിക്കൽ അറ്റാക്സ്, സബോട്ടേജ് തുടങ്ങിയ പോയിൻറ്റ്സ്. ഈ ടെററിസത്തിൻ്റെ ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്? എക്കണോമിക് പ്രോബ്ലം, എക്കണോമിക് ഡിസ്ട്രക്ഷനാണ് ടെററിസത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ്. ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ, അല്ലെ? എക്സിസ്റ്റിംഗ് മെഷീനറി, ബിൽഡിങ്സ്, ഫാക്ടറീസ്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഇതെല്ലാം ടെററിസം ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ ഇതെല്ലാം വീണ്ടും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ലോസ് ടു ദ എക്കണോമി ഓഫ് എ നേഷൻ. Most immediate and measurable impact of terrorism is physical destruction. Terrorism destroy existing plants, machines, transportation system, workers and other economic resources. ലാർജ് സ്കെയിൽ അറ്റാക്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, വേൾഡ് ട്രേഡ് സെൻറ്ററിന് നേരെ ഉണ്ടായ ആക്രമണം 2001 സെപ്റ്റംബർ 11 ഒരുപാട് നഷ്ടം ഉണ്ടായതാണ്. അപ്പം ടെററിസം കൊണ്ട് എക്കണോമിക് ഗ്രോത്ത് ഒരുപാട് കുറയും. പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഒത്തിരി നഷ്ടപ്പെട്ടു. അതാണ് പ്രൊഡക്റ്റീവ് റിസോഴ്സ് നഷ്ടപ്പെടുന്നു. വീണ്ടും നമ്മൾ ഇതെല്ലാം കൂടെ വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട അവസ്ഥ വരും. സെക്കൻഡ് വൺ ഈസ് വാർ ഈസ് ദ ഹെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ്. വാർ കൊണ്ടുള്ള ഒരു പ്രയോജനം സ്റ്റേറ്റിന്, ഗവൺമെൻറ്റിന് നല്ലതാണ്. ബിക്കോസ് എന്താണ്? ഗവൺമെൻറ് വിൽ ഇൻക്രീസ് ടാക്സസ്. ഓൾസോ ഗവൺമെൻറ് കൺട്രോൾസ് എവറി ഇൻഡസ്ട്രീസ് ഓർ കൺട്രോൾസ് എവറി ആസ്പെക്റ്റ് ഓഫ് എ കൺട്രി ഡ്യൂറിങ് ദ ടൈം ഓഫ് വാർ. മറ്റൊരു കാര്യം, ഗവൺമെൻറ് വിൽ ഇൻട്രൊഡ്യൂസ് റിപ്രസീവ് മെഷേഴ്സ്, റിപ്രസീവ് ലോസും മെഷേഴ്സും ഒക്കെ ഗവൺമെൻറ്റിന് എളുപ്പത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും യുദ്ധം നടക്കുന്ന സമയങ്ങളിലും ടെററിസ്റ്റ് ആക്റ്റുകൾക്കെതിരെയൊക്കെ.
അങ്ങനെ വരുമ്പോൾ അതുപോലെ ജനങ്ങളെപ്പോഴും എന്ത് റിപ്രസീവ് ആക്ഷൻസ് എടുത്താലും സപ്പോർട്ടും ഉണ്ടാകും വാറും ടെററിസ്റ്റ് ആക്ടിനും എതിരെയാണെങ്കിൽ. During times of conflict, reactive governments and nervous citizens are far more inclined to give up economic and political freedoms in exchange for security. അപ്പോൾ പിന്നെ എക്കണോമിക് ഫ്രീഡം, പൊളിറ്റിക്കൽ ഫ്രീഡം ഇതിലേക്കൊന്നും ശ്രദ്ധിക്കില്ല. നേഷൻ്റെ സെക്യൂരിറ്റിയിലേക്ക് അവരുടെ താല്പര്യം മാറും. അതുകൊണ്ട് തന്നെ ടാക്സ് കൂട്ടിയാലും വിഷയമില്ല, അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും ഗവൺമെൻറ്റിന് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. മറ്റൊരു പോയിൻ്റ്, ഇൻക്രീസ്ഡ് നാഷണാലിസം ആൻഡ് ഫോറിൻ സ്കെപ്റ്റിസിസം. ടെററിസത്തിൻ്റെ മറ്റൊരു ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റാണ് ജനങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തുള്ളവരെ മാത്രം അവർ ഇഷ്ടപ്പെടുന്നു, ഫോറിൻ കൺട്രീസിലുള്ളവരെ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നു, അവരെ സംശയദൃഷ്ടിയോടെ നോക്കുന്നതാണ് ഫോറിൻ സ്കെപ്റ്റിസിസം. There has been a rise in skepticism of foreign culture, business, immigrant workers, refugees. 2016 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലുമൊക്കെ ഉണ്ടായ ഒരു പ്രശ്നം, അവർക്ക് മറ്റു രാജ്യത്തു നിന്നുള്ളവരോടൊക്കെ ഒരു വിദ്വേഷവും വെറുപ്പുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൾച്ചർ ഇഷ്ടമല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ കൾച്ചർ ഇഷ്ടമല്ല, അവരുടെ ബിസിനസ് ഇഷ്ടമല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധാരണ തൊഴിലാളികളോട് ദേഷ്യം, റെഫ്യൂജീസായിട്ട് വരും, സിറ്റിസൺഷിപ്പ് ഒന്നും ഇല്ലാതെ അവർ രാജ്യത്തു നിന്ന് പേടിച്ചോടി മറ്റൊരിടത്തേക്ക് വരുന്നു. അങ്ങനെ അവരോടൊക്കെയുള്ള വിരോധം കൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ ടെററിസ്റ്റ് ആക്ട് കൊണ്ടാണ്. കാരണം നമ്മൾ കണ്ടു, യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രെക്സിറ്റ് എന്ന് തുടങ്ങി ബ്രിട്ടൻ്റെ എക്സിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം കൂടുതൽ നാഷണാലിസം ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ സെൻറ്റിമെൻറ്റ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതും ടെററിസത്തിൻ്റെ ഇൻഡയറക്റ്റ് എഫക്റ്റാണ്, ഇൻക്രീസ്ഡ് നാഷണാലിസം ആൻഡ് ഫോറിൻ സ്കെപ്റ്റിസിസം. There has been a rise in increased nationalism and a skepticism of foreign culture, businesses, immigrant worker and refugees. In every nation there have been an anti-globalist and anti-trade sentiments. എല്ലാ രാജ്യത്തിലും ഗ്ലോബലൈസേഷനെതിരായിട്ടും ധാരാളം ട്രേഡിനെതിരായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രീ ട്രേഡിനെതിരായിട്ടുമൊക്കെ സെൻറ്റിമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കോവിഡും കൂടെ വന്നതോടുകൂടി അത് കൂടിയിട്ടുമുണ്ട്. അപ്പം ഇൻക്രീസ്ഡ് നാഷണാലിസവും ഫോറിൻ സ്കെപ്റ്റിസിസവും ടെററിസത്തിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ്. ഓക്കെ, ഇത്രയുമാണ് ടെററിസം, അതിൻ്റെ കോസസ്, ടൈപ്സ് ആൻഡ് ഇമ്പാക്റ്റ്.